ഹലോ എവരി വൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് C++ എക്സ്പ്രഷൻസ് ആണ്. അതിൻ്റെ ടൈപ്സ് മെയിനായിട്ട് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കോൺസ്റ്റൻസ് എക്സ്പ്രഷൻസും അതുപോലെ ഇൻ്റഗ്രൽ എക്സ്പ്രഷൻസും ഒക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ആക്ച്വലി എന്താണ് ഈ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്? നമുക്ക് സം വാല്യൂ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാല്യൂ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? കുറേ ഓപ്പറേറ്റേഴ്സ്, കോൺസ്റ്റൻസ്, വേരിയബിൾസ് ഒക്കെ യൂസ് ചെയ്യും. അങ്ങനെ യൂസ് ചെയ്യുന്ന ആ ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ എക്സ്പ്രഷൻ എന്ന് പറയുക. അപ്പോൾ അതിൻ്റെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഓപ്പറേറ്റേഴ്സും ഓപ്പറൻസ് ഒക്കെയാണ്. ചിലപ്പോൾ ഒന്നോ അതിൽ കൂടുതലോ ഓപ്പറൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ 0 ഓപ്പറേറ്റേഴ്സ് ഓർ മോർ ഓപ്പറേറ്റേഴ്സ് ആവാം. എനിത്തിങ് ഏതായാലും ശരി, വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ എയിം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫങ്ഷൻ കോളൊക്കെ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത് ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെയും റൂൾസിനനുസരിച്ചുള്ള ഡിഫറൻസുകളൊക്കെ ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്തുള്ള എക്സ്പ്രഷനകത്തും ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ ഓരോ എക്സ്പ്രഷനും സം വാല്യൂ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് അക്കോർഡിംഗ് ടു അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സിന്, അതുപോലെ തന്നെ അതിനകത്ത് യൂസ് ചെയ്യുന്ന വേരിയബിൾസിന്, കോൺസ്റ്റൻസിനൊക്കെ അനുസരിച്ചായിരിക്കും. അപ്പോൾ ഒരു അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് നമുക്കത് ആക്സസ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ C++ എക്സ്പ്രഷൻ്റെ കുറച്ച് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ A+B - C, x/y - z, 4a2 - 5b + c, a+b × x+y എന്നൊക്കെ പറയുന്നതൊക്കെ പല ടൈപ്പിലുള്ള C++ എക്സ്പ്രഷൻസ് ആണ്. അപ്പോൾ ഏതൊക്കെ ടൈപ്സ് ആണുള്ളത് നമുക്കൊന്ന് നോക്കാം. കോൺസ്റ്റൻറ്റ് എക്സ്പ്രഷൻസ് ഉണ്ട്, ഇൻ്റഗ്രൽ എക്സ്പ്രഷൻസ് ഉണ്ട്, ഫ്ലോട്ട് എക്സ്പ്രഷൻസ്, പോയിൻ്റർ എക്സ്പ്രഷൻസ്, റിലേഷണൽ എക്സ്പ്രഷൻ, ലോജിക്കൽ എക്സ്പ്രഷൻ, ബിറ്റ് വൈസ് എക്സ്പ്രഷൻ, സ്പെഷ്യൽ അസൈൻമെൻറ്റ് എക്സ്പ്രഷൻസ്. ഇത്രയും എക്സ്പ്രഷൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കോൺസ്റ്റൻറ്റും ഇൻ്റഗ്രലുമാണ് വിത്ത് എക്സാമ്പിൾസ്. ആദ്യം തന്നെ കോൺസ്റ്റൻറ്റ് എക്സ്പ്രഷൻസിലേക്ക് വരികയാണെങ്കിൽ, ഈ കോൺസ്റ്റൻറ്റ് എക്സ്പ്രഷൻ്റെ പേര് പോലെ തന്നെ അതിനകത്ത് നമ്മൾ കോൺസ്റ്റൻറ്റ് വാല്യൂസാണ് കൺസിസ്റ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് നമുക്കൊരു പെർട്ടിക്കുലർ വാല്യൂ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്. അത് കമ്പൈൽ ടൈമിലായിരിക്കും അതെന്ത് ചെയ്യുക, ഡിറ്റർമിൻ ചെയ്യുക. പക്ഷേ ഇവാലുവേറ്റ് ചെയ്യുന്നത് റൺ ടൈമിലും ആയിരിക്കും. നമുക്ക് എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇതിനകത്ത് നമ്മൾ കമ്പോസ് ചെയ്യുന്ന ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റീജർ ടൈപ്പ് ഉണ്ട്, ക്യാരക്ടർ ടൈപ്പ് ഉണ്ട്, ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഉണ്ട്, എന്യൂമറേഷൻ കോൺസ്റ്റൻസും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ കോൺസ്റ്റൻറ്റ് എക്സ്പ്രഷനെ കുറിച്ചൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. എന്താണ് അതിനകത്ത് കോൺസ്റ്റൻറ്റ് വാല്യൂസാണ് കൺസിസ്റ്റ് ചെയ്യുക. മാത്രമല്ല കമ്പൈൽ ടൈമിൽ ഡിറ്റർമിൻ ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യുന്നത് റൺ ടൈമിലാണ്. പിന്നെ ഇൻറ്റീജറും ക്യാരക്ടറും ഫ്ലോട്ടിങ്ങും എന്യൂമറേറ്റഡ് കോൺസ്റ്റൻസും ഒക്കെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയും. പിന്നെ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് നമ്മൾ ഈ കോൺസ്റ്റൻറ്റ് എക്സ്പ്രഷൻസ് യൂസ് ചെയ്യുന്നതാണ് എന്നാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. നമ്മളുടെ അറേ ബോണ്ടിനകത്ത് നമുക്ക് സബ്സ്ക്രിപ്റ്റ് ഡിക്ലറേറ്ററായിട്ട് ഇത് യൂസ് ചെയ്യാൻ കഴിയും. പിന്നെ നമ്മളുടെ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് കേസ് കീവേഡിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. പിന്നെ എന്യൂമറേഷനകത്ത് ന്യൂമറിക് വാല്യൂ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയും. ബിറ്റ് ഫീൽഡ് വിഡ്ത്ത് സ്പെസിഫൈ ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ പ്രീ പ്രോസസ്സർ ആഷീഫിനകത്തും നമുക്ക് ഇത്തരം കോൺസ്റ്റൻറ്റ് എക്സ്പ്രഷൻസ് യൂസ് ചെയ്യാം. ഇവിടെ കുറച്ച് നമുക്ക് എക്സ്പ്രഷൻസ് നോക്കാം. കോൺസ്റ്റൻറ്റ് വാല്യൂസ് ഉള്ള കോൺസ്റ്റൻറ്റ് എക്സ്പ്രഷൻസ്. x = 2/3 × 4, അത് കോൺസ്റ്റൻ്റ് ആണ്. കാരണം 2/3 × 4 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും. പിന്നെ x10 × y = 67, ഓഫ് കോഴ്സ് അതും കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ int z = 43, അതും കോൺസ്റ്റൻ്റ് ആണ്. സ്റ്റാറ്റിക് int a = 56, അതും എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ നമ്മളൊരു പ്രോഗ്രാമിലേക്ക് എക്സാമ്പിളായിട്ട് വരുമ്പോൾ ഇവിടെ എന്താണ് നടക്കുന്നത്? മെയിൻ ഫംഗ്ഷനകത്ത് ഇൻറ്റ് എക്സ് എന്ന് പറഞ്ഞ് നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കൊടുത്തു. ഇനി നമ്മളൊരു കോൺസ്റ്റൻറ്റ് എക്സ്പ്രഷനാണ് ഇവിടെ കൊടുക്കുന്നത്. x = 3/2 + 2. ഓക്കെ, ഇതൊരു കോൺസ്റ്റൻറ്റ് എക്സ്പ്രഷനാണ്. അപ്പോൾ കാണിക്കാനാണ് നമ്മൾ ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എന്താ ഇനി ഔട്ട്പുട്ടായിട്ട് വരിക? സി ഔട്ട് വാല്യൂ ഓഫ് എക്സ് ഈസ് എക്സ്, ഡിസ്പ്ലേയിങ് ദ വാല്യൂ ഓഫ് എക്സ്, റിട്ടേൺ 0. ഇവിടെ നമ്മൾ ഔട്ട്പുട്ടായിട്ട് വരാനുള്ളത് ആ എക്സിൻ്റെ വാല്യൂ റിട്ടേൺ ചെയ്യുക എന്നുള്ളതാണ്. അതും ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് ഇൻ്റഗ്രൽ എക്സ്പ്രഷൻസ് ആണ്. ഇൻ്റഗ്രൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ റിസൾട്ടായിട്ട്, ഇപ്പോൾ നമ്മൾ ഇംപ്ലിസിറ്റ് കൺവേർഷൻസ് നടന്നതിന് ശേഷം കിട്ടുന്ന ആ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജർ വാല്യൂ ആയിരിക്കും. അതാണ് ഇൻ്റഗ്രൽ എക്സ്പ്രഷൻ്റെ പ്രത്യേകത. ഇവിടെ നമുക്ക് ഈ എക്സാമ്പിൾ കണ്ടാൽ മനസ്സിലാവും മെയിൻ ഫംഗ്ഷനകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത്. ആദ്യം വേരിയബിൾ ഡിക്ലറേഷൻസ് ആണ് നടക്കുന്നത്.
ഇൻറ്റ് എക്സ് സെമിക്കോളൻ, പിന്നെ ഇൻറ്റ് വൈ ഉണ്ട്, ഇൻറ്റ് സെഡ് ഉണ്ട്. അങ്ങനെ 3 വാല്യൂസ് നമ്മൾ ഡിക്ലെയർ ചെയ്തു, 3 വേരിയബിൾസ് നമ്മൾ ഡിക്ലെയർ ചെയ്തു. പിന്നെ എൻ്റർ ദ വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ, എക്സും വൈ എന്താണ് എൻ്റർ ചെയ്തു. സി ഇൻ എക്സ് വൈ എന്ന് പറഞ്ഞാൽ 2 വാല്യൂസ് എൻ്റർ ചെയ്തു. സെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ. അപ്പോൾ കണ്ടോ ഇവിടെ ആ ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത് മറ്റിലുള്ള പോലെ എന്ത് ചെയ്യുന്നില്ല, ഡയറക്റ്റായിട്ട് കോൺസ്റ്റൻറ്റ് വാല്യൂ അല്ല കൊടുത്തിട്ടുള്ളത്. ഇവിടെ എക്സും വൈ ആണ് വേരിയബിളാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് എന്താണ്, ഒരു ഇൻറ്റഗ്രൽ വാല്യൂ തന്നെയായിരിക്കും. സി ഔട്ട് വാല്യൂ ഓഫ് സെഡ് ഈക്വൽ ടു ഡിസ്പ്ലേയിങ് ദ വാല്യൂ ഓഫ് സെഡ് റിട്ടേൺ 0. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. നമുക്ക് വേറൊരു എക്സാമ്പിളും കൂടെ നോക്കാം. ഇതിൻ്റെ മെയിൻ ഫംഗ്ഷനകത്ത് വേരിയബിൾ ഡിക്ലറേഷൻസ് ആണ് നടക്കുന്നത്. ഇൻറ്റ് എക്സ് ഒന്ന് വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. പിന്നെ എന്താണ് ഇൻറ്റ് വൈ ഈക്വൽ ടു 9, അതും ഒരു വേരിയബിൾ ഇനീഷ്യലൈസേഷനും കൂടിയാണത്. ഡിക്ലറേഷൻ പ്ലസ് ഇനീഷ്യലൈസേഷൻ ആണ് കേട്ടോ അത്. പിന്നെ വരുന്നത് എക്സ് ഈക്വൽ ടു വൈ പ്ലസ് ഇൻറ്റ് ഓഫ് 10.0, അതൊരു ഇൻറ്റഗ്രൽ എക്സ്പ്രഷനാണ്. കാരണം എന്താണ്, വൈ എന്താണ്, വൈ 9 ആണ്. അതിൻ്റെ ഔട്ട്പുട്ട് വരുമ്പോൾ ഒരു ഇൻറ്റീജർ വാല്യൂ ആയിരിക്കും. വാല്യൂ ഓഫ് എക്സ് ഡിസ്പ്ലേയിങ് ദ വാല്യൂ ഓഫ് എക്സ്. ഓക്കെ, ഇതാണ് ഇൻറ്റഗ്രൽ എക്സ്പ്രഷൻ്റെ പ്രത്യേകത. ഇനി നമുക്ക് ഒരുപാട് ടൈപ്പ് എക്സ്പ്രഷൻസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഫ്ലോട്ട് ഉണ്ട്, പോയിൻ്റർ ഉണ്ട്, റിലേഷണൽ ഉണ്ട്, ലോജിക്കൽ ഉണ്ട്, ബിറ്റ് വൈസ് ഉണ്ട്, സ്പെഷ്യൽ അസൈൻമെൻ്റ് ഉണ്ട്. ഇത് നമുക്ക് സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ട് ചെയ്യാം. എല്ലാം കൂടെ വരുമ്പോൾ ആ കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ കൺഫ്യൂഷൻ, ഇപ്പോൾ കോൺസ്റ്റൻറ്റ് എക്സ്പ്രഷനും ഇൻറ്റഗ്രൽ എക്സ്പ്രഷനും പോലും തമ്മിൽ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. കോൺസ്റ്റൻറ്റിനകത്ത് നമ്മൾ പറഞ്ഞാൽ എന്താണ്, കോൺസ്റ്റൻറ്റ് വാല്യൂസിൻ്റെ പ്രോസസ്സിംഗ് ആണ് അതിനകത്ത് നടക്കുന്നത്. ഇൻറ്റഗ്രലിൻ്റെ കേസ് വരുമ്പോൾ ഏത് ടൈപ്പാണ് പ്രോസസ്സിങ് നടക്കുന്നത് എങ്കിലും റിസൾട്ട് എന്തായാലും ഒരു ഇൻറ്റീജർ വാല്യൂ ആയിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞത്, നമ്മൾ C++ എക്സ്പ്രഷൻ എന്താണെന്ന് പറഞ്ഞു. അതിനകത്ത് ഓപ്പറേറ്റേഴ്സ്, കോൺസ്റ്റൻസ്, വേരിയബിൾസ് ഒക്കെ ഇൻക്ലൂഡഡ് ആയിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, എന്ത് ടൈപ്പ് ഓപ്പറൻസും ഓപ്പറേറ്റേഴ്സും യൂസ് ചെയ്താലും നമുക്ക് സം വാല്യൂ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. പിന്നെ എക്സാമ്പിൾസ് കുറച്ച് പറഞ്ഞു. പിന്നെ നമ്മൾ ഏതൊക്കെ ടൈപ്സ് ആണ് എന്ന് പറഞ്ഞു. പിന്നെ കോൺസ്റ്റൻറ്റ് എക്സ്പ്രഷൻ എന്താണെന്ന് പറഞ്ഞു. അതിനകത്ത് എന്തൊക്കെയാണ് യൂസ് ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമ്മൾ കോൺസ്റ്റൻറ്റ് എക്സ്പ്രഷൻസ് യൂസ് ചെയ്യാന്ന് പറഞ്ഞു. നെക്സ്റ്റ് കുറച്ച് അതിൻ്റെ എക്സാമ്പിൾസ് പറഞ്ഞു. പിന്നെ എന്താ പറഞ്ഞത്, പിന്നെ നമ്മളൊരു പ്രോഗ്രാമിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു. ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് കാണാം കോൺസ്റ്റൻറ്റ് എക്സ്പ്രഷൻ എന്താണെന്ന്. 3/2 + 2 ആയിരുന്നു ആ കോൺസ്റ്റൻറ്റ് എക്സ്പ്രഷൻ. അതിൻ്റെ റിസൾട്ടായിട്ടൊരു വാല്യൂ നമുക്ക് കമ്പ്യൂട്ട് ചെയ്ത് കിട്ടുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻറ്റഗ്രൽ എക്സ്പ്രഷനാണ്. ഇൻറ്റഗ്രൽ എക്സ്പ്രഷൻ്റെ കേസിൽ എന്താണ്, സം ഇൻറ്റീജർ വാല്യൂ ഔട്ട്പുട്ടായിട്ട് കിട്ടും. ഇനി എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ ആയാലും ശരി, ഇംപ്ലിസിറ്റ് കൺവേർഷനൊക്കെ പെർഫോം ചെയ്തതിന് ശേഷം കിട്ടുന്ന വാല്യൂ ഒരു ഇൻറ്റീജർ വാല്യൂ ആയിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. എന്നിട്ട് അതിൻ്റെ 2 പ്രോഗ്രാം എക്സാമ്പിൾസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. കോൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.